ഫ്ലിപ്കാർട്ട് ഗോഡ് ഡേയ്സ് ജൂലൈ 20 മുതൽ 25 വരെ ആണെങ്കിൽ പോലും നിങ്ങളൊരു പ്ലസ് മെമ്പർ ആണെങ്കിൽ ഏർലി ആക്സസ് കിട്ടും. ജൂലൈ 19 മുതൽ സാധനങ്ങൾ മേടിച്ചു തുടങ്ങാം. ഞാനിപ്പോൾ ഷൂട്ട് ചെയ്യുന്നത് ജൂലൈ 18 ആണെങ്കിൽ പോലും ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം ഈ ഒരു ഗോഡ് സെയിൽ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഞാനൊരു പ്ലസ് മെമ്പർ ആയതുകൊണ്ട് തന്നെ ഉടനെ കയറിയിട്ട് ഏതൊക്കെ കാറ്റഗറിക്കാണ് വളരെ ലാഭകരമായിട്ട് നമുക്ക് പ്രോഡക്റ്റുകൾ മേടിക്കാൻ പറ്റുക എന്നുള്ളത് നാളെ രാവിലെ മുതൽ നിങ്ങൾ കണ്ടു തുടങ്ങുന്നതാണ്. എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് ആമസോൺ പ്രൈം ഡേയോടനുബന്ധിച്ചിട്ട് കുറെ അധികം സ്മാർട്ട് ഫോൺ ബ്രാൻഡുകളുടെ കുറെ അധികം മോഡൽസ് ആക്ച്വലി ഓഫർ റേറ്റുകൾ റിവീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരും നമ്മുടെ ബിഗ് ബാങ് റിവീൽ എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം കൊണ്ടുവന്നിട്ടുണ്ട്. കുറച്ചധികം ബ്രാൻഡുകൾ ഉണ്ടെങ്കിൽ പോലും കുറച്ചധികം മോഡൽസ് മാത്രമാണ് അതിനകത്ത് അവർ റിവീൽ ചെയ്തിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ആക്ച്വലി ഇതുപോലെ അവർ ഹൈഡ് ചെയ്ത് വെക്കുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല. എന്നാലും ഇപ്പോൾ നമ്മുടെ സ്മാർട്ട് ഫോണുകളിലേക്ക് വരുവാണെങ്കിൽ സാംസങ് തന്നെ ആദ്യം പറയാം. ഗാലക്സി S23 49,999 രൂപ ആണ് ഇപ്പോൾ നോർമൽ റേറ്റ്. എന്നാൽ നമുക്ക് 44,999 രൂപയ്ക്കായിരിക്കും മേടിക്കാൻ സാധിക്കുന്നത്. ഇതൊക്കെ തന്നെ ഇൻക്ലൂഡിംഗ് ബാങ്ക് ഓഫർ ആണ്. ആക്സിസ് ബാങ്ക്, HDFC, IDFC ഫസ്റ്റ് ബാങ്കിന്റെ ഇതിന്റെയൊക്കെ തന്നെ ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡുകൾക്ക് ചിലപ്പോൾ വർക്ക്ഔട്ട് ആവുമായിരിക്കാം. അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡിന് മാത്രമായിരിക്കും നമുക്ക് ആ ഒരു ഓഫർ റെഡീം ചെയ്യാൻ പറ്റുക. അത് എന്തായാലും ഇവിടെ കൊടുത്തിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ഇങ്ങനെ രണ്ട് ഓപ്ഷൻസ് പറഞ്ഞത്. ഇനി അടുത്ത ഗാലക്സി S23 FEയിലേക്ക് വരുവാണെങ്കിൽ 39,999 നോർമൽ റേറ്റ്. എന്നാൽ നമുക്ക് 33,999 രൂപയ്ക്കായിരിക്കും മേടിക്കാൻ സാധിക്കുക. ഈ രണ്ട് പ്രോഡക്റ്റുകൾ മാത്രമാണ് ഇവിടെ അങ്ങോട്ട് കാണിച്ചിരിക്കുന്നത്. ഓൾറെഡി നമ്മുടെ S23 അൾട്രയുടെ ഒക്കെ ഞാൻ ഇന്നലെ ആമസോണിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 74,999 നല്ലൊരു ഓപ്ഷനാണ് അവിടെ S23 അൾട്ര മേടിക്കുന്നത്. ഇനി റിയൽമിയിലേക്ക് വരുവാണെങ്കിൽ 12X 13,499 പ്രോഡക്റ്റ് നമുക്ക് 11,999 കിട്ടും. P1 Pro 18,999 ആണ്. എന്നാൽ 17,499 കിട്ടുന്നതാണ്. 12 Pro 22,999 പ്രോഡക്റ്റ് നമുക്ക് 19,999 കിട്ടും. P1 15,999 പ്രോഡക്റ്റ് നമുക്ക് 14,999 കിട്ടുന്നതാണ്. ഇനി റെഡ്മിയിലേക്ക് വരുവാണെങ്കിൽ റെഡ്മി 12 11,999 ആണ്. എന്നാൽ 10,999 നമുക്ക് ഓഫർ സമയത്ത് മേടിക്കാം. റെഡ്മി 13Cയിലേക്ക് വരുവാണെങ്കിൽ 10,499 നോർമൽ റേറ്റ് ഉള്ളത് 9,499 മേടിക്കാം. ഇനി നത്തിങ്ങിലേക്ക് വരുവാണെങ്കിൽ നത്തിങ് ഫോൺ 2 30,999 ആണ്. ഇപ്പോൾ നമുക്ക് 128 ആ ഒരു 6GB വേരിയന്റ് കാണാൻ പറ്റുക. 28,999 നമുക്ക് ആ ഒരു പ്രോഡക്റ്റ് മേടിക്കാം. കൂടാതെ നത്തിങ് ഫോൺ 2A 23,999 ആണ്. 19,999 മേടിക്കാം. ഈ രണ്ട് പ്രോഡക്റ്റുകളും അത്യാവശ്യം നല്ല ഡീലാണ് ഇപ്പോൾ എന്നുള്ളതിൽ വേറൊരു സംശയമല്ലേ. ഇനി മോട്ടോറോളയിലേക്ക് വരണമെങ്കിൽ എഡ്ജ് 50 Pro 29,999 ആണ്. എന്നാൽ നമുക്ക് 27,999 മേടിക്കാൻ സാധിക്കും. അത്യാവശ്യം നല്ല ഫോൺ, അതുപോലെ തന്നെ 30,000 രൂപയ്ക്കുള്ളിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ഫോൺ, ക്യാമറ ക്വാളിറ്റി ഉള്ള ഒരു ഫോണൊക്കെ നോക്കുന്നെങ്കിൽ ഉറപ്പായിട്ടും എഡ്ജ് 50 Pro കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇനി എഡ്ജ് 50 അൾട്രയിലേക്ക് വരണമെങ്കിൽ 54,999 പ്രോഡക്റ്റ് നമുക്ക് 49,999 ആയിരിക്കും. എഡ്ജ് 50 ഫ്യൂഷൻ 22,999 പ്രോഡക്റ്റ് നമുക്ക് 20,999 കിട്ടുന്നു. 25,000 രൂപയ്ക്കുള്ളിലും ഒരു കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു ഫോണാണ് എഡ്ജ് 50 ഫ്യൂഷൻ എന്ന് പറയുന്നത്. ഇനി വിവോയിലേക്ക് വരണമെങ്കിൽ T3X 14,999 പ്രോഡക്റ്റ് നമുക്ക് 12,499 കിട്ടുന്നു. T2 Pro 22,999 പ്രോഡക്റ്റ് 20,999 കിട്ടുന്നു. സത്യം പറഞ്ഞാൽ ഈ ഒരു T2 Pro ഞാൻ മേടിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മേടിക്കാൻ നോക്കിയ സമയത്ത് അന്ന് 24,999 25,999 ആയിരുന്നു. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഉറപ്പായിട്ടും ഓൾറെഡി വില കുറഞ്ഞിട്ടുണ്ട് 22,999. പക്ഷേ 20,999 നമുക്കിപ്പോൾ മേടിക്കാം. T2 Pro ഒക്കെ എനിക്ക് തോന്നുന്നു ഇറങ്ങിയിട്ട് ഒരു 8 മാസം 9 മാസം ഓൾറെഡി കഴിഞ്ഞു കേട്ടോ. ഇനി അടുത്ത ഗൂഗിളിലേക്ക് വരണമെങ്കിൽ Pixel 8 61,999 പ്രോഡക്റ്റ് നമുക്ക് 47,999. Pixel 7 34,999 പ്രോഡക്റ്റ് നമുക്ക് 32,999 കിട്ടുന്നത്. ഇതിനകത്ത് Pixel 8 തന്നെയാണ് വളരെ ലാഭകരമായിട്ട് മേടിക്കുക. കാരണം 61,999 പ്രോഡക്റ്റ് 47,999 മേടിക്കാൻ സാധിക്കുന്നുള്ളതാണ്. അപ്പോൾ ഇത്രയാണ് എന്തായാലും ഒരു ഫ്ലിപ്കാർട്ട് ഗോഡ് സെയിലിനോടനുബന്ധിച്ചിട്ട് നമ്മുടെ ബിഗ് ബാങ് റിവീൽ അവർ റിവീൽ ചെയ്തിട്ടുള്ള സ്മാർട്ട് ഫോൺ ബ്രാൻഡുകളുടെ മോഡൽസ്. പിന്നെ ഐഫോൺ ഓൾറെഡി ഞാൻ അവിടെ എവിടെയോ ചെയ്തിട്ടുണ്ടായിരുന്നു, റിവീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് കൂടുതൽ എടുത്ത് പറയേണ്ട ആവശ്യമില്ല. കാരണം ഭയങ്കര വലിയ ഓഫറൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് എടുത്ത് പറയുന്നതുമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ആ ഇഷ്ടം ലൈക്കായിട്ടും അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട്, കൂടാതെ നമ്മുടെ ചാനലിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് അങ്ങനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാൻ വരയ്ക്കും. ബൈ.